S25. Hey guys, Sri here. S25ൻ്റെ റിവ്യൂവിന് വേണ്ടി ഞാൻ ഒരു വൺ വേർഡ് തപ്പുമ്പം എനിക്ക് കിട്ടിയ സംഭവം അതാ. ഫിലോസഫി കോൺട്രഡിക്ട്സ് ദ പേർപ്പസ്. ഞാൻ ഇതെന്തോന്ന് മലയാളത്തിൽ പറഞ്ഞുതരാം. പക്ഷേ അതിന് മുന്നേ ഇത് ശരിക്കും വാങ്ങണോ, ഇത് ശരിക്കും മേടിക്കണോ, ഇത് കിട്ടിലോ അപ്ഗ്രേഡ് ആണോ എന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ ജെനുവിൻലി പറയാൻ പോകുക ഗൈസ്, വെരി ഡിസപ്പോയിൻറ്റഡ്. ഞാൻ ഉദ്ദേശിച്ച ഒരു അപ്ഡേറ്റ്സ് പോലും എനിക്ക് ഫീൽ ചെയ്തില്ല ഇൻ യൂസർ എക്സ്പീരിയൻസ്. S25 അൾട്ര നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഫിസിക്കൽ ചേഞ്ചസ് ഒക്കെ ഉണ്ടായിട്ട് തന്നെ ഒരു പുതിയ ഫോണായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ അസൈഡ് ഫ്രം OS ഓപ്പറേറ്റിംഗ് സിസ്റ്റവും AI ഒഴിച്ചു വച്ചാൽ എനിക്ക് തോന്നുന്നില്ല 90% ഓഫ് ദ യൂസേഴ്സും ഈ ഫോൺ വാങ്ങിക്കുന്നവർ S24 ഷിഫ്റ്റ് ചെയ്ത് അവർ അറിയത്തുകൂടിയില്ല ചേഞ്ചസ്. കാരണം അത്രയ്ക്ക് മിനിസ്ക്യൂൾ, അത്രയ്ക്ക് മൈന്യൂട്ടാണ്. ആദ്യം തന്നെ എനിക്ക് എന്തൊക്കെയാണ് പുതുമയുള്ളതെന്ന് പറയാം. സോ ചാപ്റ്റർ 1, വാട്ട്സ് ന്യൂ. സോ എന്തുവാ പുതുതായിട്ടുള്ളതെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞുതരാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് സ്നാപ്ഡ്രാഗൻ്റെ 8 എലീറ്റ്. ഇതിനകത്ത് മിക്കവരും ജസ്റ്റിഫൈ ചെയ്യാൻ പോകുന്ന കാര്യം ഇത് തന്നെയാണ്. സ്നാപ്ഡ്രാഗൺ കൊണ്ടുവന്ന് അതുകൊണ്ട് S25 ഞാൻ എടുക്കും. അത് തന്നെയായിരിക്കും അവർ ഇന്ത്യയിൽ ത്രൂ ഔട്ട് മാർക്കറ്റ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഫിലോസഫി കോൺട്രഡിക്ട്സ് പർപ്പസ് എന്ന് പറഞ്ഞ സംഭവം ഞാൻ നേരത്തെ പറഞ്ഞില്ല. അത് ചോദിച്ചെന്ന് വെച്ചാൽ S24, S23 യൂസേഴ്സ് എത്ര പേരുണ്ട് ശരിക്കും ഫോൺ പക്കായിട്ട് പുഷ് ചെയ്യുന്ന, ഫോൺ ഭയങ്കരമായിട്ട് ഗെയിം കളിക്കാനും ഭയങ്കരമായിട്ട് ഹെവി യൂസേഴ്സൊക്കെ ഉള്ള? വളരെ കുറവാണ്. വളരെ കുറവെന്നല്ല, അങ്ങനെയുള്ളവരില്ല. ഈ ഫോൺ ഒരു കോർപ്പറേറ്റ് ജങ്കി അല്ലേ, എന്താ പറയണേ, ഒരു മിനിമൽ യൂസറിനുള്ള ഫോണാണെന്ന് പറഞ്ഞാൽ കയ്യിൽ ഹാൻഡ് ചെയ്തിരിക്കണം, ചെറിയ യൂസേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളൂ, എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ 4 കോർണർ റീച്ച് ചെയ്യണം, അങ്ങനെയുള്ള വളരെ മിനിമലായിട്ടുള്ളവർക്ക് മാത്രം സജസ്റ്റ് ചെയ്യുന്നൊരു ഫോണാണ് സാംസങ്ങിൻ്റെ S23 ആണെങ്കിലും S24 ആണെങ്കിലും S25 ആണെങ്കിലും. അങ്ങനെയുള്ള ആൾക്കാർ എന്തോരം ഇതിൻ്റെ പുതിയ ചിപ്സെറ്റിനകത്ത് അതിൻ്റെ പൊട്ടൻഷ്യൽ യൂട്ടിലൈസ് ചെയ്യും, എന്തോരം പേര് ഇത് വാങ്ങിച്ചിട്ട് ഗെയിം കളിക്കുക ഉപയോഗിക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് തോന്നുന്നില്ല ഒരുപാട് ആൾക്കാരൊന്നുമില്ല. PUBG കോമ്പറ്റീഷനായിട്ട് കളിക്കുന്നവരോ NFS കളിക്കുന്നവരോ ഇത് വളരെ വളരെ മിനിമലാണ്. ബട്ട് ഇതിൻ്റെ പോസിറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ പുതിയൊരു ജനറേഷൻ ഓഫ് ചിപ്സെറ്റ് ആയിട്ട് ഇതിൻ്റെ ബാറ്ററി ഇംപ്രൂവ്മെൻറ്റ്സ് ക്ലെയിം ചെയ്തിട്ടുണ്ട്. ഈവൻ ദോ 4000 mAh സെയിം ആസ് ലാസ്റ്റ് ഇയർ S24 സെയിം ബാറ്ററി ലൈഫ് ആണെങ്കിലും എനിക്ക് പറയാൻ പറ്റും സ്ലൈറ്റ് ഇംപ്രൂവ്മെൻറ്റ് ഇൻ ദ ബാറ്ററി, സ്ലൈറ്റ്. ഭയങ്കര ഇമ്പ്രൂവ്മെൻറ്റ് പ്രതീക്ഷിക്കേണ്ട. ഭയങ്കര ഇമ്പ്രൂവ്മെൻറ്റ് പറയുന്നവരൊക്കെ കള്ളാ പറയുന്നത് ഞാൻ 100% പറയും. പിന്നെ ഗൈസ് ഒരു കാര്യം കൂടെ ഒന്ന് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഫോണാണെങ്കിലും വിവോയുടെ X200 Pro ആണെങ്കിലും S25 Ultra ആണെങ്കിൽ ഏതായാലും യൂസ് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്യാനാണെങ്കിൽ നേരെ ട്വിൻസ് മൊബൈൽസ് പട്ടത്തേക്ക് പോക്കോ. അതെനിക്ക് അഷ്യൂരിറ്റി കൊണ്ട് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു ഇതിന് ഞാൻ പക്ക നെഗറ്റീവ് റിവ്യൂ കൊടുക്കാൻ പോകുന്നത്, എന്നാലും അവർ കുറേ നാളെ ഈ ഫോൺ യൂസ് ചെയ്യുന്നതെന്ന് എൻ്റെ കയ്യിൽ വെക്കാൻ തന്നു. അതുകൊണ്ട് അവർ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞ ജെന്യുവൻ ആയിട്ടുള്ള കാര്യം പറഞ്ഞു, അവർക്ക് ആരെയും പറ്റിച്ചിട്ടുള്ള പൈസയൊന്നും വേണ്ട. സോ ഗൈസ്, റെസ്പെക്ട് ട്വിൻസ് മൊബൈൽസ് പട്ടം. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ഡെയിലി യൂസസിന് വൈഫൈയിൽ 95% ഓഫ് ടൈം നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഇൻ ബാറ്ററി ലൈഫ് കിട്ടും. ഒരു 5.5 to 6 hours സ്ക്രീൻ ടൈം ഒക്കെ കിട്ടും, അതും കാഷ്വൽ സിമ്പിൾ യൂസർ ആണെങ്കിൽ. പക്ഷേ ദ മൊമെൻറ്റ് യു ഷിഫ്റ്റ് 5G നിങ്ങൾ വെളിയിലൊക്കെയാണ്, നിങ്ങൾ പുറത്തൊക്കെയാണ് ഫുൾ ടൈം 5Gയിൽ ട്രാവലിംഗ് ഒക്കെ ആണെങ്കിൽ ഞാൻ പറയാൻ പോവാ ഇതൊരു 1 day ഫോണൊക്കെ കഷ്ടിച്ചേ കിട്ടൂ. എസ്പെഷ്യലി ഇപ്പോഴത്തെ സ്റ്റാൻഡേർഡ് വെച്ച് ചൈനീസ് മാനുഫാക്ചേഴ്സ് ഒക്കെ സ്ലിം ഫോണിൽ 6000 mAh പുതിയ കാർബൺ സിൽക്ക് ടെക്നോളജി ഒക്കെ കൊണ്ടുവരുമ്പം ഇവരെ ഓൾഡ് ടെക്നോളജിയിൽ 4000 mAh ഇച്ചിരി കൂടെ എഫിഷ്യൻസി കൂട്ടുന്നതേ ഉള്ളൂ. എഗെയിൻ ഇതൊരു ബാറ്ററി ചാമ്പ് അല്ല, അത് ഞാൻ എപ്പോഴും എടുത്തെടുത്ത് പറയാൻ പോവാം. ബാറ്ററി ലൈഫ് നിങ്ങൾക്ക് മൊബൈൽ ഡേറ്റയിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കഷ്ടിച്ചേ 1 day കിട്ടത്തുള്ളൂ. അത് ടു ബി ക്ലിയർ. ഇനിയും നമുക്ക് പെർഫോമൻസിന് വേറെ സൈഡ് എന്ന് വെച്ചാൽ 8 എലീറ്റ് കൊണ്ടുവന്നുകൊണ്ട് അതിൻ്റെതായ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്, ക്യാമറയിലും ഉണ്ട്, അതേപോലെ AI-യിലും ഉണ്ട്. അങ്ങനത്തെ കുറച്ച് ഗുണങ്ങളും കാര്യങ്ങളും ഒക്കെ ഞാൻ പറഞ്ഞുതരാം. പക്ഷേ വാട്ട്സ് ന്യൂ എന്ന് പറഞ്ഞ സെഗ്മെൻറ്റിൽ ശരിക്കും സ്നാപ്ഡ്രാഗൺ 8 എലീറ്റും പിന്നെ ഡിസൈനിൽ വേണേ നമുക്ക് പറയാവുന്ന 2 കാര്യങ്ങൾ. ഒന്നെന്ന് പറയുമ്പോൾ 0.4 mm തിക്നെസ് പറഞ്ഞിട്ടുണ്ട്, 5 grams പറഞ്ഞിട്ടുണ്ട്. ഇത് 2 നോട്ടിസബിൾ ആണെന്ന് വെച്ചാൽ നോ. സെയിം ഗോറില്ല ഗ്ലാസ് വിക്ടസ് 2, സെയിം ഗോറില്ല ഗ്ലാസ് വിക്ടസ് 2 S24 ഇരിക്കുന്ന അതേ സെയിം സാധനം തന്നെ, അതേപോലെ അതേ അലൂമിനിയം ഫ്രെയിം ഒക്കെ കൊടുത്തേക്കുന്നത്, നല്ല ടഫ് ആൻഡ് ഡ്യൂറബിൾ ആയിട്ടുള്ള അലൂമിനിയം ഫ്രെയിമാണ് കൊടുത്തേക്കുന്നത്. നത്തിങ് റിയലി ന്യൂ. നിങ്ങൾ ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല S24 കൈ പിടിച്ചിട്ട് ഇതും കൈ പിടിച്ച് ചേഞ്ചസ് മനസ്സിലാവുന്നത്. ഞാനിത് സ്പെക്ക് വായിച്ചില്ലെങ്കിൽ എനിക്ക് മനസ്സിലാവത്തില്ല, കേസ് ഇട്ട് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് ഒട്ടും മനസ്സിലാവത്തില്ല. ഇത്രേ ഉള്ളൂ വാട്ട്സ് ന്യൂ എന്ന് പറഞ്ഞ ചിപ്സെറ്റ്. സോ ശരിക്കും എനി ഇംപ്രൂവ്മെൻറ്റ്സ് ഇൻ ജനറൽ റിഫൈൻമെൻറ്റ് ഉണ്ടോ അത് നമുക്ക് പറയാം. സോ ചാപ്റ്റർ 2, എനി ഇംപ്രൂവ്മെൻറ്റ്സ്. സോ ഇംപ്രൂവ്മെൻറ്റ്സ് ഉണ്ടോയെന്ന് വെച്ചാൽ ഫസ്റ്റ് തിങ് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ ക്യാമറയിൽ ചെറിയ ഇമ്പ്രൂവ്മെൻറ്റ്സ്.
ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ആദ്യമേ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒപ്റ്റിക്സ് എല്ലാം സെയിം ആസ് S24 ആണ്. സെയിം സെൻസറും സെയിം ഒപ്റ്റിക്സും കാര്യങ്ങളും അല്ല. അത് നിങ്ങളെ സ്പെക് ഷീറ്റ് ഇൻ ഡെപ്ത് ആയിട്ട് ഫോക്കൽ പോയിന്റ് വരെ നോക്കുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും എക്സാക്ട് സെയിം ഫിസിക്കൽ ക്യാമറ സെൻസറും സാധനങ്ങൾ തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ ഇവരുടെ ഫോട്ടോ പ്രോസസ്സ് ചെയ്യുന്ന രീതിയിലാണ് വ്യത്യാസം വന്നേക്കുന്നത്. അതും മാർജിനൽ ജനറേഷണൽ ചേഞ്ചാണ് ഇവർ കൊണ്ടുവരുത്തിയെന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി നോ അല്ല. ഇതിനകത്ത് ചേഞ്ച് വരുന്ന ഞാൻ എൻ്റെ S25 അൾട്രയുടെ റിവ്യൂവിൽ പറയുന്നത് സ്കിൻ ടോൺ അത്യാവശ്യം ഇച്ചിരി കൂടെ ആക്യുറേറ്റ് ആയിട്ടുണ്ട്, HDR ഇച്ചിരി കൂടെ കേപ്പബിൾ ആയിട്ടുണ്ട്. പിന്നെ കളർ ആക്യുറസി, കളർ മാനിപ്പുലേഷൻ, ഈ പണ്ടത്തെ നീലയൊക്കെ എടുത്ത് ഇപ്പോൾ ശരിക്കും സാംസങ് ഒരു നീല വൈബ് തന്നെ. കറക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഐഫോൺ ഇൻസ്പയറേഷൻ കൊണ്ട് ഇച്ചിരി അവരുടെ പ്രോസസ്സിങ്ങിന് വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. പിന്നെ നല്ലൊരു ചേഞ്ച് നമുക്ക് വരാൻ തോന്നുന്നതെന്ന് പറയുമ്പോൾ ലോ ലൈറ്റിൽ എടുക്കുന്ന ഫോട്ടോസും വീഡിയോസും വളരെ ഗ്രെയിൻസ് അവർ കുറച്ച് അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ പ്രോസസ്സ് ചെയ്യുന്നത്. അതിൻ്റെ നല്ല കേപ്പബിലിറ്റിയും അതിൻ്റെ നല്ല ഗുണങ്ങളും മാത്രമാണ് എനിക്ക് ക്യാമറ തോന്നിയത്. ഇനി ഞാൻ വേറൊരു കാര്യം നിങ്ങളുടെ സത്യമായ വാസ്തവം പറയാൻ പറ്റും. നല്ലൊരു ലിറ്റായിട്ടുള്ളൊരു ഡേയിൽ നിങ്ങൾക്ക് S24 ഉണ്ട്, S25 ഉണ്ട്. രണ്ടിലും ഫോട്ടോ എടുത്താൽ നിങ്ങൾക്ക് ഒരു ട്രെയിൻഡ് ഐസ് അല്ലാതെ വേറെ ആർക്കും ഇതിനകത്ത് വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റത്തില്ല. കാരണം S24ൻ്റെ സെയിം ഒപ്റ്റിക്സ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഭയങ്കര ഐഡൻറ്റിക്കലാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് വ്യത്യാസമൊന്നും തോന്നത്തില്ല. സത്യം പറഞ്ഞാൽ എൻ്റെ പണ്ടത്തെ S24ൻ്റെ സാമ്പിൾ ലാപ്പിൽ കിടപ്പുണ്ട്. അത് എടുത്ത് നോക്കിയപ്പോൾ ഞാൻ ഇത് നോക്കിയപ്പോൾ കമ്പാരിസണിൽ പ്രോസസ്സിങ്ങിനല്ലാതെ ലിറ്ററലി നോ വ്യത്യാസം. പക്ഷേ നിങ്ങൾക്ക് അഗെയിൻ 8K റെക്കോർഡിങ് വരുന്നുണ്ട്. ഇനി ലോഗ് പ്രൊഫൈൽസിൽ നിങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റും. അതെന്ന് വെച്ചാൽ ഫ്ലാറ്റ് സിനിമാറ്റിക് പ്രൊഫൈൽ, അതൊക്കെയാണ് നമ്മുടെ പ്രോസസ്സർ കൊണ്ട് ക്യാമറയ്ക്ക് ഉണ്ടായ ഗുണങ്ങൾ. പിന്നെ വേറൊരു ഗുണം എന്ന് പറഞ്ഞാൽ ക്യാമറയ്ക്ക് വന്നതെന്ന് വെച്ചാൽ പ്രോസസ്സറുമായിട്ട് ലിങ്ക്ഡ് ആയിട്ടിരിക്കുന്നത് വെച്ചാൽ സെപ്പറേഷൻ ഉണ്ടല്ലോ. നമ്മുടെ ഫോർഗ്രൗണ്ടും ബാക്ക്ഗ്രൗണ്ടും ഇപ്പോൾ സെപ്പറേറ്റ് ആയിട്ടാണ് ഫോട്ടോസിലും വീഡിയോസിലും ഒക്കെ അവർ പ്രോസസ്സ് ചെയ്യുന്നത്. അത് വളരെ നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു. അത് തന്നെയാണ് മെയിൻലി അവർക്ക് നോയ്സ് കുറയ്ക്കാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. അത് ഈ ഇമ്പ്രൂവ്മെൻറ്റ്സ് എല്ലാം വന്നത് ശരിക്കും ചിപ്സെറ്റിൻ്റെ ഭാഗത്തുനിന്നും അല്ലാതെ ക്യാമറ ഫിസിക്കൽ അറേ ലെൻസിൻ്റെ ഭാഗത്തുനിന്നല്ല. ഇനി വേറൊരു ഇമ്പ്രൂവ്മെൻറ്റ്സ് എവിടെ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ ലിറ്ററലി എവിടെ എനിക്ക് തോന്നിയിട്ടില്ല. ഡിസ്പ്ലേ എക്സാക്ട്ലി സെയിം. ഞാൻ കുറ്റം പറയല്ല, കഴിഞ്ഞ ജനറേഷനുള്ള സെയിം ഡിസ്പ്ലേ ആണ്. കഴിഞ്ഞ ജനറേഷനകത്തുള്ള ഡിസ്പ്ലേ അത്യാവശ്യം നല്ലതാണ്. അവരുടെ ഡൈനാമിക് ആമോലെഡ് LTPO ടെക്നോളജിയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പക്ഷേ ഒരു ചേഞ്ച് പോലും ഒരു കൊണ്ടുവന്നില്ല. ഇപ്പോഴത്തെ ചൈനീസ് മാനുഫാക്ചേഴ്സിൻ്റെ ഒക്കെ ഇവർ ഈ ഫോൺ കമ്പീറ്റ് ചെയ്യുന്നതെന്ന് പറയുമ്പം ഒരുപാട് ഹൈ ബ്രൈറ്റ്നസ് ആയിട്ടുള്ള ഡിസ്പ്ലേ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അല്ലെങ്കിൽ ഇവർക്ക് ആൻറ്റി റിഫ്ലക്റ്റീവ് കോട്ടിങ്ങേലും കൊടുക്കായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഡിസ്പ്ലേ ഒരു വ്യത്യാസമില്ല, ക്യാമറ ഫിസിക്കലി വലിയ വ്യത്യാസമില്ല. ഇനി ഗൈസ് നമുക്ക് റിഫൈൻമെൻറ്റ്സ് എവിടെ വന്നതെന്ന് പറയുമ്പോൾ ഒന്നെന്ന് പറയുമ്പോൾ ഇതിൻ്റെ പെർഫോമൻസിനകത്ത് ഇപ്പോൾ 12 GB ത്രൂ ഔട്ട് റാം കിട്ടുന്നുണ്ട്, UFS 4.5. അതേപോലെ തെർമൽസിനകത്ത് എനിക്ക് അത്യാവശ്യം നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട് തോന്നി. എന്തായാലും സ്നാപ്ഡ്രാഗൺ 8 എലീറ്റ് ഞാൻ ഒരുപാടൊന്നും പുഷ് ചെയ്ത് നോക്കിയിട്ടില്ല. പക്ഷേ പുഷ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഫോൺ കൺസിഡറബിളി ചൂടാവുമെന്ന് പറഞ്ഞു. എക്സ്പെഷ്യലി S24 എക്സിനോസ് വേർഷൻ കമ്പയർ ചെയ്യുമ്പം ഓന്നുണ്ടല്ലോ, അത് ഭയങ്കരമായിട്ട് കുറയുന്ന പോലെ. എന്നാലും ഫോൺ ചൂടാവും, പക്ഷേ ആ അത്രയും S24 അത്രയും ചൂടാവുന്ന പരിപാടി ഇല്ല. നിങ്ങളൊരു കേസും കൂടെ കേട്ടിരിക്കുകയാണെങ്കിൽ തെർമൽസ് അത്യാവശ്യം നല്ലോണം ബാലൻസ്ഡ് ഔട്ടാണ്. ഇനി വേറെ ചെറിയ അപ്ഗ്രേഡ്സും കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നത് ഇറ്റ്സ് ഡെഫിനറ്റ്ലി ദ സോഫ്റ്റ്വെയർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ് AI. സോ ചാപ്റ്റർ 3 AI. സോ ഗൈസ് സോഫ്റ്റ്വെയറിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ AI കുറിച്ച് പറഞ്ഞു പോകാം. കാരണം ഇതിൻ്റെ AI ഞാൻ മിക്കവാറും ഒരു സെപ്പറേറ്റ് വീഡിയോ ഉണ്ടാക്കും. കാരണം AI ആണ് ശരിക്കും ഈ ഫോൺ നല്ലൊരു ജസ്റ്റിഫയബിൾ സാധനമായിട്ട് എനിക്ക് തോന്നുന്നത്. ഒന്നാമത്തെ സാധനം, നമുക്ക് ഈ ബ്രീഫ് എന്ന് പറഞ്ഞ വിഡ്ജറ്റൊക്കെ അത്യാവശ്യം നല്ല യൂസ്ഫുൾ ആണ്. നിങ്ങൾക്കത് യൂസ് ചെയ്യാൻ അറിയാമെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ടൊരു ഡെയിലി കമ്പാനിയൻ പോലെ നമുക്ക് കൂടെ കൊണ്ട് നടക്കാൻ പറ്റും. ഐ റിയലി ലൈക്ക് ഇറ്റ്. അതേപോലെ തന്നെ ഒരുപാട് ചെറിയ AI ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ട്. ഒന്നെന്ന് പറയുമ്പം സർക്കിൾ ടു സെർച്ച് ഇപ്പം അടിപൊളിയായിട്ടുണ്ട്. അതെന്ന് പറയുമ്പോൾ അവരുടെ ടെക്സ്റ്റ് റെക്കഗ്നിഷനും ഇമേജ് റെക്കഗ്നിഷനും എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുവന്ന് രണ്ടും കൂടെ കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു സാധനം. പിന്നെ എനിക്ക് വേറൊരു സാധനം തോന്നി, ഇവരുടെ ജെമിനയും ഇവരുടെ ബിക്സ്ബിയും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത്. അത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടെന്ന് തോന്നി. കാരണം ഇൻ ആപ്ലിക്കേഷൻ ആക്ഷൻസ് നമുക്കിപ്പോൾ പറയാൻ പറ്റും. ഇപ്പം ഞാൻ ഒരു കാലണ്ടറിൽ ഒരു ഇവൻറ്റ് ഷെഡ്യൂൾ ചെയ്തിട്ട് അതേ ഷെഡ്യൂൾ തന്നെ എൻ്റെ ഒരു കൂട്ടുകാരന് മെസ്സേജ് അയക്കണമെന്ന് പറഞ്ഞാൽ 2 ടാസ്ക് സെപ്പറേറ്റ് ചെയ്ത് അവർക്ക് ചെയ്യാൻ പറ്റും. അത് ബിക്സ്ബിയുടെയൊക്കെ ഒരു കമ്പാനിയൻഷിപ്പ് ഉണ്ടായേണ്ട ജെമിനയ്ക്ക് ചെയ്യാൻ പറ്റുന്നത്. ദാറ്റ് ഈസ് റിയലി ഗുഡ്. എന്നാൽ ഞാൻ പറയുമ്പോൾ ശരിക്കും നമുക്ക് ചേഞ്ചസ് ഉണ്ടാക്കാൻ പറ്റുന്നത് ഇതിൻ്റെ എഡിറ്ററിനകത്താണ്. ശരിക്കും
ഫോട്ടോസൊക്കെ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്ത് എന്നെ വെട്ടി എവിടെ വേണമെങ്കിലും ഒട്ടിക്കാം, സർക്കിൾ ചെയ്ത് നമുക്ക് അവിടെ എടുത്ത് കളയാൻ പറ്റും. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ കാണിച്ച് തരുന്നില്ല, കാരണം എന്ന് വെച്ചാൽ ഇതിനെക്കുറിച്ച് സെപ്പറേറ്റ് വീഡിയോ വരുന്നുണ്ട്. അതുകൊണ്ട് മേക്ക് ഷുവർ യു ഗൈസ് ആർ സബ്സ്ക്രൈബ്ഡ്. ഇനി വേറെ എവിടൊക്കെയാണ് നല്ല ഡെയിലി ഇംപ്രൂവ്മെൻറ്റ്സ് ഇൻ AI വരുന്നതെന്ന് വെച്ചാൽ, ഓവറോൾ നമുക്ക് AI ഇൻറ്റഗ്രേറ്റ് ചെയ്തേക്കുന്ന സാധനങ്ങളുണ്ടല്ലോ. പിന്നെ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിങ് നല്ല എഫക്റ്റീവ് ആയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ സെറ്റിങ്സിൽ പോയിട്ട് ബ്ലൂ ഐ അല്ലെ ബ്ലൂ ഫിൽറ്റർ എന്നൊക്കെ അടിക്കുമ്പോൾ തന്നെ പറഞ്ഞ മറ്റേ നൈറ്റ് ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് സജസ്റ്റ് ചെയ്യും. പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ചാൽ അഗൈൻ വ്ളോഗേഴ്സിനൊക്കെ യൂസ്ഫുൾ ആവുന്ന ഒരു സാധനം നമ്മുടെ ഗൂഗിളിൽ പണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. ഈ ബാക്ക്ഗ്രൗണ്ട് നോയ്സും അങ്ങനത്തെ പരിപാടിയൊക്കെ കുറയ്ക്കാൻ പറ്റുന്നൊരു പരിപാടി ഇവർ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് അത് ഇൻഫ്ലുവൻസേഴ്സിനൊക്കെ അത്യാവശ്യം വീഡിയോ ഒക്കെ എടുക്കുകയാണെങ്കിൽ നല്ലവണ്ണം യൂസ്ഫുൾ ആവും. ഞാനും അതിനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം, അതും നമ്മുടെ വീഡിയോസിൽ കമ്മിങ് അപ്പ്. ഐ തിങ്ക് ദാറ്റ് ഇസ് ഓൾസോ റിയലി ഗുഡ്. AI ഇൻ ജനറൽ, സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഇൻ ജനറൽ ഈസ് പക്ക പ്രീമിയം. പക്ഷേ റീസെൻ്റ്ലി നിങ്ങൾ ഇൻസ്റ്റാഗ്രാമൊക്കെ അപ്ഡേറ്റഡ് ആണെങ്കിൽ നമുക്കറിയാൻ പറ്റും S25 അൾട്രയ്ക്കകത്തൊക്കെ ഇച്ചിരി 1 UI ബഗ്സ് വരുന്നു. ഞാൻ ഇതുവരെ പേഴ്സണലി ഒന്നും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല, പക്ഷേ എന്ന് പറഞ്ഞാൽ വരുന്നുണ്ട്. അതുകൊണ്ട് മേ ബി ഒരു റിഫൈൻമെൻറ്റിനൊക്കെ സമയമായിരിക്കുന്നു സാംസങ്. ജസ്റ്റ് എ സജഷൻ. അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ എനിക്ക് ഈ ഫോണിനെ കുറിച്ച് പറയാനുള്ള, ഈ ഫോണിനകത്തുള്ള AI ആൻഡ് സോഫ്റ്റ്വെയർ ഫീച്ചേഴ്സൊക്കെ S24 വന്നാൽ ഞാൻ പറയാൻ പോകും, നിങ്ങൾ ഇത് എടുത്ത പൊട്ടത്തരമാണെന്ന് ഞാൻ പറയൂ. കാരണം എനിക്ക് മനസ്സിലായിട്ടില്ല ഇപ്പോഴും ഇത്രയും പവർഫുൾ ആയിട്ടൊരു ചിപ്പ് ഇതിനകത്ത് കൊടുത്ത് അത് അഡ്വർടൈസ് ചെയ്യുന്നതിൻ്റെ കാര്യം. കാരണം ഈ ഫോൺ എടുക്കാൻ പോകുന്ന 95% ആൾക്കാർ ഗെയിം കളിക്കാനും പോകുന്നില്ല. രാവിലെ തൊട്ട് വൈകുന്നേരം വരുന്നു ബിഞ്ച് ചെയ്ത് ഭയങ്കരമായിട്ട്. അങ്ങനെയുള്ളവർക്കുള്ള ഫോണല്ല അത്, അങ്ങനെയുള്ളവർക്കുള്ള ഫിലോസഫി ഉള്ളൊരു ഫോണല്ലിത്. പക്ഷേ ആ ഒരു ഒറ്റ അപ്ഗ്രേഡ് ഇതിനകത്തുള്ളൂ. എസ്പെഷ്യലി S24 Exynos എന്ന് പറഞ്ഞ ചിപ്സെറ്റ് ഡൗൺഗ്രേഡഡ് ആണെങ്കിലും എനിക്ക് ഉറപ്പാണ് ഇപ്പോഴും അത് ഉപയോഗിക്കുന്ന ഒരു സാറ്റിസ്ഫൈഡ് ആണ്. പെർഫോമൻസിൻ്റെ കാര്യത്തിലും തേർമൽസിൻ്റെ കാര്യത്തിലും. അത് ഏജിങ് ഒക്കെ ഉണ്ടെന്ന് ചുമ്മാ ആൾക്കാർ അടിച്ചു വിടുന്നു, അതൊക്കെ വെറുതെയാണ്. ആസ് ഓഫ് റൈറ്റ് നൗ ഐ ക്യാൻ ടെൽ യു നോ റിയൽ ഡിഫറൻസ്. എസ്പെഷ്യലി നിങ്ങളുടെ ഇതിൻ്റെ AI ഫീച്ചേഴ്സൊക്കെ S24 മൊത്തം കൂടെ വരുവാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ പറയാം ഇതെടുക്കുന്ന മണ്ടത്തിലാണ്. ഡോണ്ട് ബൈ ദിസ്, അറ്റ്ലീസ്റ്റ് ഡോണ്ട് അപ്ഗ്രേഡ്. പക്ഷെ നിങ്ങൾക്ക് ഒരു കോമ്പാക്ട് ഫ്ലാഗ്ഷിപ്പ് ഒക്കെ വേണമെങ്കിൽ ഞാൻ പറയുമ്പോൾ ഗൈസ് വെയിറ്റ്. കാരണം വിവോയുടെ X200 Pro മിനിയും അതേപോലെ OnePlusൻ്റെ മിനി ഓഫറിങ്ങും ഒക്കെ വരുന്നുണ്ട്. ഏറെക്കുറെ അതൊക്കെ സൂപ്പർ ഫ്ലാഗ്ഷിപ്പ് സ്പെക്ഡ് ആയിരിക്കും. സ്കിപ്പ് ദിസ് വൺ ഗൈസ്. ശരിക്കും ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ദിസ് ഇസ് എൻ അപ്ഗ്രേഡ്. എനിക്ക് 100% ഉറപ്പാണ് ഒരുപാട് വലിയ ഇംഗ്ലീഷ് ഇന്ത്യയിലുള്ള യൂട്യൂബേഴ്സ് ഇതിൻ്റെ പ്രൊമോഷനായിട്ട് ചെയ്തേക്കുന്നത് റിവ്യൂ അല്ല. നിങ്ങൾ ഏത് റിവ്യൂ എടുത്ത് നോക്കിയാലും ഇതിൻ്റെ ഫീച്ചേഴ്സാണ് പറയുന്നത്, നോട്ട് എ റിവ്യൂ. ശ്രീ ഹിയർ, ജെനുവിൻ റിവ്യൂസിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യൂ. ടോക്ക് ടു യു ഗൈസ് ലേറ്റർ. ലവ് യു.